ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കർമ്മശാസ്ത്രമാണ്. എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ കർമ്മം, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയ്ക്കാണ് ഫിഖ്ഹ് എന്ന് പറയുക. ഫിഖ്ഹിൻ്റെ അടിസ്ഥാനം 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ 4 കാര്യങ്ങളിൽ നിന്നാണ് ഫിഖ്ഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇതിനെ 4നെ നമുക്ക് 4 കണ്ടന്റ് എന്ന് വിളിക്കാം. ഫിഖ്ഹ് ക്രോഡീകരിക്കാനുണ്ടായ 4 കണ്ടന്റുകളാണ് ഖുർആൻ, ഇജ്മാ, ഖിയാസ്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഒരു ടാബ്ലറ്റ്, ഒരു മരുന്നുണ്ടാക്കണമെങ്കിൽ ആ മരുന്നിന് പല കണ്ടന്റ് ഉണ്ടാവും. പാരസെറ്റമോൾ ഉണ്ടാക്കണമെങ്കിൽ പല സാധനങ്ങൾ യോജിപ്പിച്ചാണ് പാരസെറ്റമോൾ ഉണ്ടാക്കുക. അപ്പോഴാണ് അതൊരു രോഗത്തിന് മരുന്നായി മാറുക. അപ്പോൾ ഈ കണ്ടന്റ് ഓരോന്നും 4 കണ്ടന്റ് കൊണ്ടാണ് പാരസെറ്റമോൾ ഉണ്ടാക്കിയതെങ്കിൽ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രം രോഗം മാറില്ല. രോഗം മാറുമോ? ഇല്ല. അതുപോലെയാണ് ഖുർആൻ മാത്രം പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഹദീസ് മാത്രം പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇജ്മാ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. ഖിയാസ് കൊണ്ട് മാത്രവും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മുഅ്മിന മനുഷ്യനെ അമലി ചെയ്യാൻ കഴിയില്ല. നിസ്കരിക്കണമെങ്കിൽ പോലും, നോമ്പൊടിക്കണമെങ്കിൽ, ഹജ്ജ് ചെയ്യണമെങ്കിൽ, സക്കാത്ത് തുടങ്ങണമെങ്കിൽ, ഏത് അമലി ചെയ്യണമെങ്കിലും ഖുർആൻ കൊണ്ട് മാത്രം മതിയാവില്ല. കാരണം ഖുർആനിൽ അതിൻ്റെ എല്ലാം ഇല്ല. ഹജ്ജ് ചെയ്യണമെന്നേ ഖുർആനിലുള്ളൂ, നിസ്കരിക്കണമെന്നേ ഖുർആനിലുള്ളൂ, നോമ്പൊടിക്കണമെന്നേ ഖുർആനിലുള്ളൂ, രൂപം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഹദീസും കൂടി ആവശ്യം വന്നു. ഹദീസും കൂട്ടിയാലും ചിലപ്പോൾ മതിയാകൂല. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ചില വിഷയങ്ങളുണ്ടാവും. അവിടെ എന്താവശ്യം വരും? ഇജ്മാ ആവശ്യം വരും. പണ്ഡിതന്മാർ ഏകകണ്ഠമായ തീരുമാനമാണ്. അതുകൊണ്ടും പരിഹരിക്കാത്ത ചില വിഷയങ്ങളുണ്ടാവും, നൂതന വിഷയങ്ങൾ. അതിന് ഖിയാസ് ആവശ്യം വരും, താരതമ്യ പഠനം ആവശ്യം വരും. ഒരാൾ പറയാണ് എനിക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ പാരസെറ്റമോളിൻ്റെ 4 കണ്ടന്റിൽ 1 മാത്രം കൊണ്ട് പനി മാറുമെന്ന് വിശ്വസിക്കും പോലെയാണ്. നടക്കൂല. അത് 4 വേണം. 4ൽ നിന്നും സംയോജിപ്പിച്ചെടുത്തതാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഖ്ഹ് എന്ന് പറയുന്നത് ഖുർആനെതിരാണോ, ഹദീസിനെതിരാണോ? ഇജ്മാ ഒന്നുമല്ല. ഈ ഖുർആനും ഹദീസും ഇജ്മാവും അത് തന്നെയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വിഷയം, അപ്പോൾ എന്തിനാണ് ഫിഖ്ഹ്? ഈ 4ൽ നിന്നും എനിക്കങ്ങനെ നിയമം ഉണ്ടാക്കിക്കൂടെ എന്നൊരാൾക്ക് ചോദിക്കാം. അറിയാങ്ങി ഉണ്ടാക്കിക്കോ. പാരസെറ്റമോളിൻ്റെ കണ്ടന്റ് കണ്ടുപിടിച്ച് പാരസെറ്റമോൾ ഉണ്ടാക്കി കഴിക്കാൻ നിന്റെ പനി മാറ്റാൻ കഴിയുമെങ്കിൽ ആയിക്കോ, വിരോധമില്ല. കഴിവുണ്ടാകണമെന്നേ പറയുന്നുള്ളൂ. അതിന് എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമുക്ക് മെഡിസിനെ കുറിച്ച് അറിയില്ല എന്ന് പറയും പോലെ 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഇമാമിയങ്ങളാണ് ഇതൊക്കെ ക്രോഡീകരിച്ച് ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. നമുക്കതിന് കഴിയുമെങ്കിൽ അവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഷാഫിമാവും വേണ്ട, അനഫിമാവും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമായി ചെയ്യാൻ കഴിയുന്നു ചെയ്യാം. ആ വാതിൽ അടച്ചിട്ടില്ല. ഒരാൾക്ക് ഗവേഷണത്തിന് കഴിയുമെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഗവേഷണം ചെയ്ത് നിയമം കണ്ടെത്താം. ഖുർആൻ പിടിച്ചു വെച്ച്, ഹദീസ് പിടിച്ചു വെച്ച് നിയമം കണ്ടെത്തി ജീവിക്കാം. കഴിയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? ഇത് കണ്ടെത്തിയ കഴിവുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരും. എത്താണ് ഇത്. അപ്പോൾ നമ്മൾ ഇത് മിഷ്കാത്തുൽ മസ്വാബിഹ് എന്നാണ് ഈ കിതാബിൻ്റെ പേര്. മിഷ്കാത്തുൽ മസ്വാബിഹ്. ഇതൊരു ഹദീസ് ഗ്രന്ഥമാണ്. 6 ഹദീസ് ഗ്രന്ഥങ്ങളാണ് ലോകത്ത് പ്രാമാണികമായി അറിയപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ മുസ്ലിമീങ്ങളുടെ ഹദീസ് ഗ്രന്ഥം ഏതാ? സഹീഹുൽ ബുഖാരി. ഏതാണ്? ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കപ്പെട്ട 2ാം ഹദീസ് ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. പിന്നെ സഹീഹ് മുസ്ലിം, മനസ്സിലായില്ലേ? ഇബ്നു മാജ, തിർമിദി, അബൂദാവൂദ്, നസായി, അങ്ങനെ 6 ഗ്രന്ഥങ്ങളാണുള്ളത്. ഈ മിഷ്കാത്തുൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, ഇതിൻ്റെ പേര് മിഷ്കാത്ത് എന്നാണ്. ഇതിനകത്ത് ഈ എല്ലാ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഹദീസുകൾ സമാഹരിച്ചൊരു ഗ്രന്ഥമാണ് ഈ മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ ക്രമം അനുസരിച്ചാണ് ഇതിനകത്ത് പഠിപ്പിക്കപ്പെടുന്നത്. ഒളു പഠിപ്പിക്കും, നിസ്കാരം പഠിപ്പിക്കും. അങ്ങനെ ഫിഖ്ഹിൻ്റെ കാര്യങ്ങൾ ആ ക്രമം അനുസരിച്ച് അധ്യായം 1, അധ്യായം 2, 3, 4 എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം. പക്ഷെ ഇതിനകത്ത് കർമ്മശാസ്ത്ര മസലകളൊന്നും പറയില്ല. കർമ്മശാസ്ത്ര മസലകൾക്ക് ആവശ്യമായ ഹദീസുകൾ പറയും, തെളിവുകൾ പറയും. നിയമം പറയുന്ന കിതാബാണ് ഫിഖ്ഹ്. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. ഇതിനകത്ത് നിയമം പറയുന്നില്ല. ആ നിയമത്തിന് ആവശ്യമായ അവലംബമായ ഹദീസുകൾ ഇതിനകത്ത് പറയും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഉൾക്കാഴ്ച ഉണ്ടാവും. അതിനാണ് ഇങ്ങനെ ആ വിഷയത്തെ സമീപിക്കുന്നത്. നമുക്ക് ആദ്യം പഠിക്ക് തുടങ്ങാനുള്ളത് ഒളുവിൽ നിന്ന് തുടങ്ങാം. ഒളുവാണല്ലോ ആദ്യം. ഒളു ഉണ്ടെങ്കിലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒളുവിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒളു എടുക്കുന്ന എങ്ങനെയാണെന്നറിയാം. ഒളു നിർബന്ധമാക്കുന്ന എന്തുകൊണ്ടെല്ലാമാണ് ഒളു മുറിയുക? ഒരാളുടെ ഒളു മുറിയുന്ന കാര്യങ്ങൾ എത്രയുണ്ട്?
ഞാൻ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഇന്ന് ഒന്നാമത്തെ പാഠത്തിലാണ്. അറബി വായിക്കാൻ അറിയോ? അറബിയും കൂടി കുറച്ചൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അറബിയിൽ എഴുതിയത്. നിങ്ങൾ ഈ കിതാബോടെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ 2 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്നെ പോലെ കുറച്ച് പറഞ്ഞു കൊടുക്കാനാകും. ഒന്നിട്ട് അൽ ഖാരിജു മിനസ് സബീലൈനി. എന്താ എഴുതിയേക്കണേ? അൽ ഖാരിജു മിനസ് സബീലൈനി. അതിന്റെ അർത്ഥം 2 വഴിയിലൂടെ പുറപ്പെടുന്നതെന്ന്. ഖാരിജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്, ഖറജ പുറപ്പെട്ടു എന്നുള്ളത്. സബീലൈൻ, സബീൽ എന്ന് പറഞ്ഞാൽ വഴി, സബീലൈനി എന്ന് പറഞ്ഞാൽ 2 വഴി. 2 വഴിയിലൂടെ പുറത്തു പോകുന്ന സാധനങ്ങൾ. 2 വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുൻദ്വാരം പിൻദ്വാരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ പുറത്തേക്ക് പോകുന്നത് ഒതു മുറിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. മൊത്തം 7 കാര്യമുണ്ട്. മൊത്തം 7 കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മദ്ഹബിലും കൂട്ടി ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള മൊത്തം ഒതു മുറിക്കുന്ന കാര്യങ്ങൾ എത്ര എണ്ണമുണ്ട്? 7 എണ്ണമുണ്ട്. അത് ഞാൻ ടോട്ടലായിട്ട് എഴുതിയിരിക്കാം, പിന്നെ നമുക്ക് തിരിക്കാം. ഒന്ന് അൽ ഖാരിജു മിനസ് സബീലി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുൻപിൻ ദ്വാരത്തിലൂടെ പുറപ്പെടുന്നത്. അത് 3 പ്രധാനമായിട്ടും. മലം, മൂത്രം, ഗ്യാസ്. ഇത് 3. ഇനി 2 അന്നൗമുൽ അമീഖ്. അന്നൗമുൽ ആഴത്തിലുള്ള ഉറക്കം. നൗമ് എന്ന് പറഞ്ഞാൽ ഉറക്കമാണല്ലോ. അമീഖ് എന്ന് പറഞ്ഞാൽ ഗാഠമായ ഉറക്കം. ഗാഠമായ ഉറക്കം, ഒരു തൂങ്ങിയുറക്കമല്ല നടത്താം, ഗാഠമായ ഉറക്കം. 3 സവാലുൽ അഖ്ലി. ബുദ്ധി നീങ്ങൽ. അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, സവാൽ എന്ന് പറഞ്ഞാൽ നീങ്ങ. സവാലുൽ അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി നീങ്ങിപ്പോവുക. ബുദ്ധി നീങ്ങണ എങ്ങനെയാ? ആഴമായ ഉറക്കം എങ്ങനെയാ? കിടന്നുറങ്ങുക. ആഴമായ ഉറക്കം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുക, തൂങ്ങിയുറങ്ങലല്ല. ബുദ്ധി നീങ്ങുന്നത് 3 കാര്യങ്ങളെ കൊണ്ടാണ്. 1 ബോധക്ഷയം, 2 ലഹരി, 3 ഭ്രാന്ത്. ഈ 3-4 കാര്യം കൊണ്ട് മനുഷ്യന്റെ ബുദ്ധി നീങ്ങിപ്പോകും. അപ്പോൾ ഒതു മുറിയും. 4 ലംസുൽ ഫർജി ബിൽ യദി. ലംസ് എന്ന് പറഞ്ഞാൽ തൊടുക, ഫർജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനം, ബേദ് എന്ന് പറഞ്ഞാൽ കൈ. അപ്പൊ കൈ കൊണ്ട് മനുഷ്യൻ അവന്റെ ഗുഹ്യസ്ഥാനത്തെ തൊടുക. 5 മസ്സുൽ മർഅത്തി. മർഅത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, മസ് എന്ന് പറഞ്ഞാൽ തൊടുക, പെണ്ണിനെ തൊടുക. 6 ഖുറൂജു ദമി അവിൽ കൈഇൽ കസീരി. ഖുറൂജ് എന്ന് പറഞ്ഞാൽ എന്താ? ഖാരിജ്, പുറപ്പെടുക. ദമ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തം പുറപ്പെടുക. അവിൽ കൈ എന്ന് പറഞ്ഞാൽ ഛർദി. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, ധാരാളമായി ഛർദിക്കുക. രക്തം പുറപ്പെടുകയോ ധാരാളമായി ഛർദിക്കുകയോ ചെയ്യുക. 7 അക്കുലു ലഹ്മിൽ ഇബിലി. ലഹ്മ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇറച്ചി. അക്കുലു എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇബിലു എന്ന് പറഞ്ഞാൽ, ഇബില് എല്ലാവർക്കും അറിയാലോ, ഒട്ടകം. ഇബില് ഒട്ടകം. അപ്പൊ ഒട്ടകത്തിന്റെ മാംസം കഴിക്കുക. ഇപ്പൊ എത്ര കാര്യമുണ്ട്? ഒട്ടകത്തിന്റെ മാംസം കഴിക്കുക. ഈ 7 കാര്യങ്ങളാണ് ഹദീസിലും ഖുർആനിലുമായിട്ട് ഒളു മുറിയുമെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. 7 കാര്യങ്ങളെ കൊണ്ടാണ്. 8ാമതൊരു കാര്യമില്ല. ഇനി ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി. ഹനഫി മദ്ഹബില് 1, 2, 3, 6, 7 ഈ കാര്യങ്ങളെ കൊണ്ട് ഒളു മുറിയും. അപ്പൊ നിങ്ങൾ പറ. ഞാൻ 4, 5 ഇല്ല. അപ്പൊ ഒന്ന് പറഞ്ഞ് ഹനഫി മദ്ഹബിൽ ഒളു മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? 1 ഖാരിജ് മിനസ് സബീലി. അർത്ഥം അറിയാലോ? 2 അന്നൗമുൽ അമീഖ്, ഗാഠമായ ഉറക്കം, ഹനഫി മദ്ഹബ്. 3 സവാലുൽ അഖൽ, ബുദ്ധി നീങ്ങ, ഭ്രാന്ത്, ലഹരി, പിന്നെന്തോ പറഞ്ഞല്ലോ, ബോധക്കേട്, അതുകൊണ്ട് ബുദ്ധി നീങ്ങ. 6 ഖുറൂജ് ദമിൽ അവിൽ കൈയിൽ കസീരി. എന്താ? രക്തം പുറപ്പെടുക, അല്ലെങ്കിൽ ധാരാളമായി ഛർദിക്കുക. 6. 7 അക്കുലു ലഹ്മിൽ ഇബിലി, ഒട്ടകത്തിന് മാംസം ഭക്ഷിക്കുക. ഈ 4 കാര്യം കൊണ്ടാണ്, അല്ല 5 കാര്യം കൊണ്ടാണ് ഹനഫി മദ്ഹബില് ഒളു മുറിയുക. മുറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയാ? 4, 5. 4 ഏതാ? മുഖ്യസ്ഥാനത്ത് തൊടലും സ്ത്രീയെ തൊടലും. ഈ 2 കാര്യം കൊണ്ട് ഹനഫി മദ്ഹബിൽ എന്തെങ്കിലും ഒളു മുറിയില്ല. തെളിവുകൾ ഞാൻ പിന്നീട് പറയാം. ഇത് ആദ്യം ടോട്ടൽ മനസ്സിലാക്കുക. 2 ഷാഫി. 1, 2, 3, 4, 5 ക്രമമായിട്ട് 5 കാര്യങ്ങളെ കൊണ്ട് ഒളു മുറിയാത്ത ഏതൊക്കെയാ? 6, 7. 6 ഏതാ? ഖുറൂജ് ദമി അവിൽ കൈഇൽ കസീരി. ഛർദിക്കൽ കൊണ്ടോ രക്തം പുറപ്പെടുക കൊണ്ടോ ഹാഫി മദ്ഹബിൽ ഒളു മുറിയില്ല. ഒട്ടകത്തിന് മാംസം കഴിച്ചുകൊണ്ട് ഒളു എന്തിയില്ല? മുറിയില്ല. അടുത്തത് ഹംബലി. ഹംബലി മദ്ഹബിൽ 1, 2, 3, 4, 5, 7. 6 ഏതാ ഇല്ലാത്ത? ഛർദിക്കൽ കൊണ്ടോ രക്തം പുറപ്പെടൽ കൊണ്ടോ ഹംബലി മദ്ഹബിൽ ഒളു എന്തിയില്ല? മുറിയില്ല. മാലിക്കി 1, 2, 3, 4, 7 മുറിയും. 5 ഉപാധിയോടെ മുറിയും. 5 ഏതാ? സ്ത്രീയെ തൊടുക. സ്ത്രീയെ തൊടുന്നിടത്ത് ഹംബലി മദ്ഹബ് പറയും, അല്ല മാലിക്കി മദ്ഹബ് പറയുന്നത് വികാരത്തോടു കൂടി തൊട്ടാൽ മുറിയും, ഇല്ലെങ്കിൽ എന്തില്ല?
മുറിയില്ല. ഷാഫി മതം പറഞ്ഞ് കരടടിക്കും പോലെ എന്നാ, അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും എന്ത് ചെയ്യും? മുറിയും. മാലിക്ക് മതം പറയുന്നത് എന്താ? ദുരുദ്ദേശത്തോടെ തൊട്ടാലേ മുറിയുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അറിയാതെ തൊട്ടു വെച്ചൊന്നും മുറിയില്ല. ഇതാണ് 5. 6 ഇല്ല. 6 ഏതാ? ഖുറൂജ് ദമി അവൽ കയ്യിൽ കസീറി, രക്തം പുറപ്പെടുന്ന ഛർദിക്കൽ കൊണ്ടോ മാലിക്ക് മതം എന്ത് ചെയ്യുള്ളൂ? മുറിയുകയില്ല. ഇനി 1, 2, 3 ഏകോപിതം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളെ കൊണ്ട് എല്ലാ ഇമാമിങ്ങളുടെ അടുക്കൽ ഒതു എന്ത് ചെയ്യും? മുറി. ഏതൊക്കെയാ? മനുഷ്യനെ മുൻപിൻ ദ്വാരത്തിലൂടെ പുറപ്പെടുന്നത്. 2, ആഗാഢമായ ഉറക്കം. 3, ബുദ്ധി നീങ്ങുക. ഈ 3 കാര്യങ്ങളുടെ വിഷയത്തിൽ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം. ഏകോപിതാണെന്ത്? ഒതു മുറിയെന്ന് വിശ്വസിച്ചു. ബാക്കിയുള്ള ഏതെങ്കിലും എന്തുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. അതവിടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഹദീസിലേക്ക് വരാം. ഹദീസ് ഒന്നാമത് പറഞ്ഞെന്താ? ഖാരിജ് മിന ശരീരെ, മനുഷ്യന്റെ മുൻപിൻ ദ്വാരത്തിലൂടെ പുറപ്പെടുന്നത് കൊണ്ട് ഒതു എന്ത് ചെയ്യും? മുറിയും. അതെവിടെ നിന്ന് കിട്ടിയതാ? അത് കിട്ടിയത് ഖുർആനിൽ നിന്നാണ്. അതിന് ഖുർആൻ തെളിവ്. അതുകൊണ്ടാണ് അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? 1, അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ ഒളുവിനെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറയുന്നത്? നിങ്ങൾ ഗായത്തിൽ നിന്ന് വന്നാൽ, ഔലാ മസ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ, ഔ ജാ അഹദും മിക്കും മിനൽ ഗായിത്തി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്നാൽ, ടോയ്ലറ്റിൽ പോയി വന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്ത് മനസ്സിലായി? ടോയ്ലറ്റിൽ പോയാൽ ഒതു മുറിയെന്ന് മനസ്സിലായി. അത് ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞ കാര്യം, ആർക്കും എതിർ പറയാൻ പറ്റൂല. അപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ ഒതു എന്ത് ചെയ്യും? മുറിയും. ഇനി അതാണ് ഖുർആന്റെ തെളിവ്. ഹദീസിന്റെ തെളിവ് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയാം, കുന്തു റജുലൻ മദ്ദാ, ഞാൻ മതി അധികരിച്ച മനുഷ്യനായിരുന്നു. മതി എന്ന് പറഞ്ഞാൽ ഈ മുൻദ്വാരത്തിലൂടെ വരുന്ന ഇതൊരു ദ്രാവകമാണ്. മനുഷ്യൻ്റെ ഈ മനീയിന് മുമ്പ് വരുന്ന ഒരു ചെറിയൊരു ദ്രാവകമാണ്. അലി റളിയല്ലാഹു അൻഹു പറയും, എനിക്കതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്കത് കൂടുതലായി പോകുമായിരുന്നു. അപ്പോൾ ഫകുന്തു അസ്തഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഞാൻ നബിയോട് ചോദിക്കാൻ എനിക്ക് നാണമാണ്. കാരണം ഞാൻ ലി മക്കാൻ ഇബ്നത്തിഹി, നബിയുടെ മകൾ എൻ്റെ അടുക്കലുണ്ട്. നബിയുടെ മരുമകൻ എന്ന നിലയ്ക്ക് നബിയോട് അമ്മാച്ചനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ലജ്ജയായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മിഖ്ദാദ് എന്ന് പറയുന്ന സഹാബിയോട് പറഞ്ഞു, നീ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയണ്ട, ഇങ്ങനെ ഒരാളുടെ പ്രശ്നമായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിലു ദക്റഹു വയതവല്ലു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ ആ ഭാഗം കഴുകി കളഞ്ഞിട്ട് ഒതു എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം എന്ത് മനസ്സിലായി? ഒതു മുറിയെന്ന് മനസ്സിലായി. മനുഷ്യൻ്റെ മുൻപിൻദ്വാരത്തിലൂടെ പോകുന്നതുകൊണ്ട് ഒതു മുറിയുമെന്ന് മനസ്സിലായി. അതാണ് ഹദീസിൻ്റെ അവലംബം എന്ന് പറയുന്നത്. ഏതാർക്കും തർക്കമില്ല. ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ്, ഇദാ ഫസ അഹദുക്കും ഫൽയതവല്ല, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അലി ഇബ്നു തൽഖിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫസ അഹദുക്കും ഫൽയതവല്ല, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഗ്യാസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒളു ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നു മുറിയുന്ന മനസ്സിലായി. ഈ 2 ഹദീസുകളാണ് ആ വിഷയത്തിൽ പ്രമാണമായിട്ടുള്ളത്. കൂടുതൽ ഹദീസുകളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതിലായത്തും തർക്കവുമില്ല. പിന്നെ തർക്കമുള്ളൊരു വിഷയമുണ്ട്. മലമൂത്ര വിസർജനം കൊണ്ട് ഒളു മുറിയുന്ന വിഷയത്തിൽ ലോകത്തിൽ ഇന്നവരാർക്കും തർക്കമില്ല. ഗ്യാസ് പോയാൽ ഒളു മുറിയുന്ന വിഷയത്തിൽ ചേകന്നൂരിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചേകന്നൂർ പറയുന്നത്, ശരിക്കും നിങ്ങൾ കഴുകുകയാണെങ്കിൽ കഴുകേണ്ടത് അവിടെയല്ലേ, അവിടെ കഴുകണമെന്ന് പറയുന്നുമില്ല. സുന്നത്ത് പോലും അല്ല അവിടെ കഴുകൽ. അല്ല, എവിടെ കഴുകണത്? മുഖത്തും കയ്യിലും കാലിലും കഴുകണത്. അതെന്ത് വിരോധാഭാസമാണ് മൂപ്പര് ചോദിക്കണത്? മൂപ്പർക്കല്ലാത്ത ആർക്കും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല. മൂപ്പരാണ് പറഞ്ഞത് നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ ഒരു സുജൂദ് മദീന. ചേകന്നൂരിന്റെ മതം എന്താ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഫർക്കഉ വസ്ജുദു എന്നാ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? റുക്കുവും ചെയ്യുക, സുജൂദും ചെയ്യുക. അവിടെ 1, 2 പടച്ചോൻ പറഞ്ഞില്ല. നിങ്ങൾ റുക്കു എത്ര ചെയ്യണേ? 1. റുക്കു 1 ആണെങ്കിൽ സുജൂദ് 1. അവിടെ റക്അത്തിൽ സുജൂദ് എത്ര മതി? 1 എന്ന് പറഞ്ഞ ആളാണ് മൂപ്പര്. മൂപ്പരെ മാറ്റി നിർത്തിയാൽ ആ വിഷയത്തിൽ നിന്നില്ല അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് നമുക്കിടയിൽ തന്നെ. അതെന്താണെന്നറിയോ? അതിൻ്റെ ഹദീസ് ഇങ്ങനെയാണ്. അത് പൊതുവേ ഒരു ചർച്ചയായ, ഒരു തർക്കമായ വിഷയം, സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നൊരു വിഷയമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ഷിയ, നിങ്ങളിൽ ആർക്കെങ്കിലും വയറ്റിലൊരു അസ്വസ്ഥത തോന്നി, വയറ്റിൽ നിന്ന് എന്തോ ഒരു ഇത്, എന്നാൽ ഫഅഷ്കല അലൈഹി,
വയറ്റിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവനൊരു സംശയം വന്നു, ആ ഖറജ മിൻഹു ഷൈഉൻ അംല, ഗ്യാസ് പോയോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. വയറ്റിലൊരു മുളക്കൊക്കെ കേട്ടു, അപ്പോൾ ഗ്യാസ് പോയോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. എന്നാൽ ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദി, നിങ്ങളാരും പള്ളിയിൽ നിന്ന് പോകണ്ട, ഹത്താ യസ്മാ സൗത്തൻ ഔ യജിദ റിഹ, ശബ്ദം കേൾക്കുന്നവരെ, സ്മെല്ല് അനുഭവപ്പെടുന്നവരെ പള്ളിയിൽ നിന്ന് ഇന്ത്യ പോകണ്ട. ഈ ഹദീസ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് മനസ്സിലായി? ഈ ഹദീസ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ ഗ്യാസ് പോയാലും ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ സ്മെല്ല് അനുഭവപ്പെട്ടാൽ മാത്രമേ ഒന്നു മുറികളെന്ന് പറയുന്നുണ്ട്. ജഗന്നൂരല്ല, വേറെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? വസ്വാസ് കൂടണ്ടെന്നാ പറഞ്ഞാൽ അർത്ഥമുള്ളൂ. വസ്വാസ് വേണ്ട. ശരി, ശബ്ദമുണ്ടാകണമെന്നോ സ്മെല്ലുണ്ടാകണമെന്നൊന്നുമില്ല. ഒരാൾക്ക് അവൻ്റെ ഗ്യാസ് പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഒതു മുറിഞ്ഞു. പിന്നെ ചില ആളുകൾക്ക് വസ്വാസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ തോന്നാലോ, ഇല്ലേ, തോന്നലുണ്ടാകാം. ആ തോന്നൽ ഒരു വസ്വാസിൻ്റെ തോന്നലാണെങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണ്ട, അത് കൊടുക്കാൻ വേണ്ടി പോകണ്ടെന്നേ പറഞ്ഞാൽ നിർത്തുള്ളൂ. കാരണം വേറെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞു, ഇതാ ഫസ അഹദുക്കും എന്ന് പറയുന്നത്, ഫസ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ കീഴ്വായി പോയാലെന്ന് തന്നെ അർത്ഥം. ഒന്നു കൊടുക്കൽ നിർബന്ധമാണ്. പോയി എന്ന് അവനവൻ്റെ ബോധ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് മുറിഞ്ഞു കഴിയും. അതുകൊണ്ട് അതും വിട്ടേക്ക്. വേറെ ഹദീസ്, ലാ ഉളൂഅ ഇല്ലാ മിൻ സൗത്തിൻ ഔ റീഹിൻ, ശബ്ദം കേട്ടാലോ സ്മെല്ലുണ്ടെങ്കിലോ ഒതു കൊടുത്താൽ മതി എന്ന് വേറൊരു ഹദീസുണ്ട്. ഈ രണ്ട് ഹദീസിന് താല്പര്യം ഇതാണ്, വസ്വാസിന് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാനില്ല, കാരണം ഏകോപിതമാണ്. 4 മദ്ഹബും ലോകത്തെല്ലാ ഇമാമിയങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതിലേക്ക് മുമ്പുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഈ പറഞ്ഞു വെച്ചത്. 2, അന്നൗമുൽ അമീഖ്, ഗാഢമായ ഉറക്കം കൊണ്ട് ഒതുതിയും മുറി. ആ വിഷയത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അതിൻ്റെ ഹദീസുകൾ വളരെ പ്രസിദ്ധമായ ഹദീസുകളാണ്. 1, عن علي رضي الله عنه قال قال رسول الله صلى الله عليه وسلم العينان وكاء الصحي, മനുഷ്യൻ്റെ 2 കണ്ണുകൾ അവൻ്റെ മലദ്വാരത്തിൻ്റെ കെട്ടുകയറാണ്. പറഞ്ഞെന്താ? കണ്ണ് എണീറ്റിരിക്കുമ്പോഴേ മലദ്വാരത്തിലൂടെ എന്തെങ്കിലും പോയോ ഇല്ലയോ എന്ന് അവനെ ഉറപ്പിക്കാൻ കഴിയുള്ളൂ. കണ്ണുറങ്ങിയാലോ അതവൻ അറിയില്ല. അതുകൊണ്ട് ഫമൻ നാമ ഫല്യത്തവല്ല, ഉറങ്ങിയവൻ എന്ത് ചെയ്യട്ടെ, ഒതു കൊടുക്കട്ടെ. അപ്പോൾ ഉറങ്ങിയവൻ ഒതു കൊടുക്കാൻ പറഞ്ഞ എന്തിനാണ്? ഉറങ്ങിയെന്നതുകൊണ്ടല്ല. ഉറങ്ങുന്ന സമയത്ത് മനുഷ്യൻ്റെ നിയന്ത്രണം അവനില്ല. അപ്പോൾ അവൻ്റെ മലദ്വാരത്തിലൂടെ ഗ്യാസ് പോയെന്ന് അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഒതു കൊടുക്കട്ടെ, അതാണ് എൻ്റെ വിഷയം. ഈ ഹദീസാണ് അതിന് തെളിവ്. അതിലും എന്തില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പോൾ അവിടെ നമ്മളൊരു ഷർത്ത് പറഞ്ഞു. എന്താ ഷർത്ത് പറഞ്ഞത്? വെറും ഉറക്കമല്ല, നൗമുൽ അമീഖ്, ഗാഢമായ ഉറക്കം കണ്ട് ഒന്നും മുറിയുള്ളൂ. അപ്പോൾ തൂങ്ങി ഉറങ്ങിയാൽ ഒന്നും എന്ത് ചെയ്യില്ല, മുറിയില്ല. തൂങ്ങി ഉറങ്ങിയാൽ ഒന്നും മുറിയില്ല. തൂങ്ങി ഉറങ്ങുവാണെങ്കിലും കേട്ടോ, തൂങ്ങി ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളായിരുന്നു, യന്തസിറൂനൽ ഇശാ, ഇശാ നിസ്കാരത്തെ അവർ കാത്തിരിക്കും. ഹത്താ തഖ്ഫിക റൂസുഹും, അവരെ തല ഇങ്ങനെ ചാഞ്ഞു പോകും. ഇശാ നിസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ അവരെ തല ഇങ്ങനെ ഉറക്കത്തിൽ ചാഞ്ഞു പോകും. സുമ്മ യുസല്ലൂന, പിന്നെ അവർ എണീറ്റ് നിസ്കരിക്കും. വലാ തവല്ലുന, അവർ ഒളു ചെയ്യാറില്ല. നമ്മൾ വരും പോലെ ഇക്കാമത്തോടെ കയറാമല്ലാട്ടോ അവർ വന്നത്. മഗ്‌രിബ് കഴിഞ്ഞ് വീട്ടിൽ പോകില്ല, മഗ്‌രിബ് കഴിഞ്ഞ് വീട്ടിൽ പോകില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണിക്കൂറും 10 മിനിറ്റൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ അവർക്ക് പകൽ പണിയുണ്ട്. പകൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വന്ന ആൾക്കാരാ. അല്പം ഒന്ന് തല ചാഞ്ഞു പോകും. അവർ ഒതു എടുക്കാറുണ്ടായിരുന്നില്ല, പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? തൂങ്ങി ഉറക്കത്തിലെ ഒതു പോകുള്ളൂ, അല്ല ഉറക്കത്തിലെ ഒതു പോകുള്ളൂ. അപ്പോൾ ഈ തൂങ്ങി ഉറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ? നിയന്ത്രണം പോയിട്ടില്ല. അപ്പോൾ അവന് ഗ്യാസ് പോലെ അറിയാൻ കഴിയും, മറ്റതവൻ അറിയുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത്, അന്നൽ ഉളൂ അലാമൻ നാമ മുൽത്തജിയ, ഒളു നിർബന്ധമാവുന്ന കിടന്നുറങ്ങിയവർക്ക് മാത്രമാണ്. കിടന്നുറങ്ങിയവർക്ക് മാത്രമേ ഒളു നിർബന്ധമുള്ളൂ. തൂങ്ങി ഉറങ്ങുന്നവർക്ക് ഒളു ഒന്നില്ല, നിർബന്ധം ഇല്ല.
ആ ഹദീസാണ് അതിന് തെളിവ്. ഞാൻ ആ വിഷയത്തിലും കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല, കാരണം ഏകോപിതമാണ്. മൂന്നാമത്തെ കാരണം എന്താ? സവാലുൽ അഖ്ലി, മനുഷ്യന്റെ ബുദ്ധി നീങ്ങുന്ന 3 കാരണങ്ങളെ ഞാൻ പറഞ്ഞു. അതൊക്കെയാ ബോധക്ഷയം, ലഹരി, ഭ്രാന്ത്. ഈ 3 കാര്യങ്ങളെ കൊണ്ട് ബുദ്ധി നീങ്ങുക. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് ഖുർആനിലില്ല, ഇത് ഹദീസിലില്ല, ഇത് ഖിയാസാണ്. അപ്പൊ നമുക്ക് വൃത്തം കിട്ടിയോ? ഇജ്മാ ഖിയാസാണ്. ഖിയാസ് 4ാമത്തെ തെളിവ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? താരതമ്യപ്പെടുത്തുക. കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണം പറഞ്ഞു. ഖുർആനിൽ മുന്തിരിക്കല്ല് കുടിക്കരുതെന്നേ ഖുർആനിലുള്ളൂ, അല്ലേ? മുന്തിരിക്കല്ല് കുടിക്കരുതെന്ന് എവിടെയുള്ളൂ? ഇന്ന് മുന്തിരി കൊണ്ട് മാത്രമാണ് കള്ളുണ്ടാക്കണേ. അപ്പോ ബാക്കിയുള്ള കള്ള് കുടിക്കരുതെന്ന് എവിടുന്നാ കിട്ടിയത്? ഖിയാസിന്നാ കിട്ടുക, ഖുർആനിൽ നിന്ന് കിട്ടൂല, ഹദീസിന് എന്ത് ചെയ്യില്ല, കിട്ടൂല. ലഹരി എല്ലാം ഹറാമാണെന്ന് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എന്താണ് ഖിയാസ്? എന്തുകൊണ്ട് മുന്തിരിക്കള്ള ഹറാമാക്കി? ലഹരിയുണ്ട്. അപ്പോൾ ആ കാരണം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എന്താണ്? ഹറാമാണ്. അപ്പൊ MDMA ഹറാമാണ്, കഞ്ചാവ് ഹറാമാണ്. ലഹരി ഏതിലെല്ലാം ഉണ്ടോ ലഹരി ഉള്ളതെല്ലാം ഹറാം. ഇനി ഒരു കാലത്ത് ചോറിൽ നിന്ന് ലഹരി ഉണ്ടാക്കുമെങ്കിൽ അതും ഹറാമാണ്. അപ്പൊ പുതിയ ഹദീസും ഖുർആനും വേണ്ട. എന്താണ്? ഖിയാസ്. അതാണ് ഖിയാസിന്റെ ആവശ്യം. ഖിയാസിന്റെ മനസ്സിലായോ? ഇനി ഇജ്മാഇന്റെ വരുമ്പോൾ ഇജ്മാവ് മനസ്സിലാവും. അതാണ് ഖുർആൻ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല, ഹദീസ് കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. ഇജ്മാവും വേണം, ഖിയാസ്. ഇപ്പോൾ ഖിയാസിന്റെ ആവശ്യകത മനസ്സിലായി. അതിലും എന്തില്ല? അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പോൾ 1, 2, 3 കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഖുർആൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇമാമിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത. 4ാമത്തെ ഏതാ? ലംസുൽ ഫർജി ബിൽയദി, കൈകൊണ്ട് മനുഷ്യൻ അവന്റെ ഗുഹ്യസ്ഥാനത്ത് തൊടുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആർക്കും അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഹനഫിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ മാലിക്കിക്കുണ്ട്, അല്ല മാലിക്കിക്കില്ല അല്ലേ? 4 ഹനഫിക്ക് മാത്രമേ ഉള്ളൂ. ഹനഫി അത് അവിടെ ഒരു വിഷയമുണ്ട്. 4 ഖുർആനിൽ പറയുന്നുണ്ട് ഔ ലാമസ്തുമുൻ നിസാ. എവിടെയാ? ഞാൻ നേരത്തെ ഒരു സൂറത്തുൻ നിസാഇന്റെ 41ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ടോയ്ലറ്റിൽ പോയി വന്നാൽ ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളെ ലാമസ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമം ചെയ്യാനാ പറയുന്നത്. അപ്പൊ മുലാമസത്ത് കൊണ്ട് ഒളു മുറിയെന്ന് മനസ്സിലായി. ഇനി മുലാമസത്ത് എന്താണെന്നുള്ളതാണ് തർക്കം. ഷാഫിമാൻ പറയും മുലാമസത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ തൊടലാണ്. അബൂ ഹനീഫ പറയും മുലാമസ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധമാണ്. ഇതാണ് അവരുള്ള അഭിപ്രായ വ്യത്യാസം. രണ്ടുപേർക്കും ഖുർആനാ തെളിവ്. മുലാമസത്തിന്റെ പ്രത്യക്ഷ അർത്ഥം ഏതാണ്? തൊടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഷാഫിമാൻ പറയും ഖുർആനിൽ ഒരു വാക്കിന്റെ പ്രത്യക്ഷമായ അർത്ഥം ഉദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കേണ്ടത്, അതിന് പ്രമാണമായ തെളിവുകൾ വേറെ ഉണ്ട് തന്നെ. അബൂ ഹനീഫ പറയുന്നു അല്ല, എതിരായ ഹദീസുകൾ വരുന്നുണ്ട്. സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയില്ല എന്നുള്ളതിന് ധാരാളം ഹദീസുകൾ തെളിവുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ ഈ ഖുർആനിനെ വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കണം? ഹദീസിനനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് എന്ത് പറയണം? ആ മുലാമസത്തിന്റെ ഉദ്ദേശം തൊടലല്ല, ശാരീരിക ബന്ധമാണെന്ന് വ്യാഖ്യാനിക്കണം. അതാണ് അബൂ ഹനീഫയുടെ ന്യായം എന്ന് പറയുന്നത്. തെളിവുകൾ കേട്ടോ. 4 അല്ലല്ലോ. ഇപ്പൊ ഏതാ പറഞ്ഞ? ലംസുൽ ഫർജി അല്ല. ഇപ്പൊ പറഞ്ഞ ഇതല്ല കേട്ടോ. നീ പറഞ്ഞ അടുത്ത വിഷയമാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ മാറ്റാം. സ്ത്രീയെ തൊടുന്ന കാര്യത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഗുഹ്യസ്ഥാനത്ത് തൊടുന്ന കാര്യമല്ല. ഇതിന് അടുത്ത വിഷയത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ പറയാൻ ഹദീസ് തെളിവ്, ഖുർആൻ തെളിവല്ല, ഹദീസാണ് തെളിവ്. കേട്ടോ. അന ത്വൽഖബിൻ അലിയും റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട മസ്ജിദ് റജുലി ദക്കറഹു, ഒരു പുരുഷൻ അവന്റെ ലിംഗത്തെ സ്പർശിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു നബിയോട്. ബഅദമാ യതവല്ലു, ഒദൂഅത്തിന് ശേഷം ഒരാൾ അയാളുടെ മുൻദ്വാരത്തിൽ സ്പർശിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി ചോദിക്കുകയാണ് ഹൽ ഹുവ ഇല്ലാ ബിദ്അത്തും മിൻഹു, അത് അവന്റെ ഒരു അവയവം തന്നെയല്ലേ, എന്തോ കുഴപ്പമൊന്നും? കയ്യിൽ തൊട്ടോ ഒതു മുറിയോ, മൂക്കൽ തൊട്ടോ ഒതു മുറിയോ? അതുപോലെ ഒരു അവയവമല്ലേ എന്നാണ് നബിയുടെ ചോദ്യം. അപ്പം എന്ത് മനസ്സിലായി? ഒതു മുറിയില്ല. അത് ആർക്ക് തെളിവായി? അബൂ ഹനീഫമാന് തെളിവാണ്. ആ ഹദീസ് ഇമാം അബൂദാവൂദ്, തിർമിദി, നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഹദീസിന്റെ അർത്ഥം എന്താ? നമ്മൾ പറയുന്നത്, ഷാഫിമാൻ പറയുന്നത് ഹാദാ മൻസൂഖ്, നബി അങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം ശരിയാണ്, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ആ ഹദീസിന്റെ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു. ആ ഹദീസിന്റെ നിയമം ഹുക്കുമ ക്യാൻസലാക്കപ്പെട്ടിരിക്കുന്നു. കാരണം
ആ ഹദീസ് പറയുന്ന തെൽക്ക് റളിയല്ലാഹു അൻഹു, ഹദീസ് പറയുന്ന ആളാരാ? തെൽക്ക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിമായ ആളാണ്. എന്നാൽ വേറൊരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് പറയുന്ന ആൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ആ ഹദീസ് എങ്ങനെയാണെന്ന് അറിയാം. ഇദാ അഫ്ളാ അഹദുക്കും യദഹു ഇലാ ദക്രിഹി, ഒരാൾ തൻ്റെ കൈ അവൻ്റെ ലിംഗത്തോട് ചേർത്ത് വെച്ചു. ലൈസ ബൈനഹു ബൈനഹാ ഷൈഉൻ, രണ്ടിൻ്റെ ഇടയിൽ മറയില്ലാതെ തുണിയില്ലാതെ കൈ കൊണ്ട് നേരിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഫല്യതവല്ല, അവൻ പോയി ഒളു എടുക്കട്ടെ. ഏതാ ഹദീസ്? അവൻ പോയി, നേരത്തെ ഒരു അവയവമല്ലേ എന്ന് ചോദിച്ച അതേ നബി തന്നെ എന്ത് പറയുന്നു? അവൻ പോയി ഒളു എടുക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ പേര് ത്വൽഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. രണ്ടാമത് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ പേര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നാണ്. ത്വൽഖ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് മുസ്ലിമായ ആളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മുസ്ലിമായ ആളാണ്. അപ്പോൾ ഒരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യകാലത്ത് മുസ്ലിമായ സഹാബിയ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ആദ്യകാലത്തെ നിയമമായിരുന്നു. പിൽക്കാലത്ത് ആ നിയമത്തെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അങ്ങനെയുണ്ടല്ലോ, ഖുറാനിലും അങ്ങനെയുണ്ട്. ചില നിയമങ്ങളെ കൊണ്ട് ദുർബലപ്പെടുത്തും. ഖുറാനിൽ അങ്ങനെയുണ്ട്. നസ്ഖ് ചെയ്യാന്ന് പറയാം, നസ്ഖ് ചെയ്യാന്ന് പറയും. അപ്പോൾ ആ ദുർബലപ്പെടുത്തപ്പെട്ട ആയത്ത് ഖുറാനിൽ ഉണ്ടാവും, ദുർബലപ്പെടുത്തിയ ആയത്തും ഉണ്ടാകും. പക്ഷെ ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തിന് നിയമത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല, നിയമമില്ല. അപ്പൊ നമ്മളത് ഓതുന്നു, നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മളത് ഓതുന്നു, അത് ഖുറാനാണ്, പക്ഷെ അതിനെന്തില്ല? ആ നിയമം ഇന്ന് പ്രാബല്യത്തിൽ ഇല്ല. വേറെ ചില ആയത്തുണ്ട് ഖുർആനിൽ നിങ്ങൾ നോക്കിയാൽ കാണൂല, ഇന്നത്തെ ഖുർആനിൽ അത് ഉണ്ടാവില്ല. പക്ഷെ അത് ഖുർആനായിട്ട് നബിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇന്നത്തെ ഖുർആനിൽ അത് ഉണ്ടാവില്ല, അതിൻ്റെ നിയമം ഉണ്ടാവുകയും ചെയ്യും. അതിൽപ്പെട്ടതാണ് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊള്ളുന്ന ഇന്നത്തെ ഖുർആനിൽ നിങ്ങൾ കാണൂല. ഇന്നത്തെ ഖുർആനിൽ ഒരു ആയത്ത് അങ്ങനെയില്ല, പക്ഷെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൻ്റെ നിയമം നിലനിർത്തിക്കൊണ്ട് ആയത്തിനെ അള്ളാഹു പിൻവലിച്ചു, പാരായണം പിൻവലിച്ചു, നിയമം നിലനിർത്തും. അപ്പൊ ഖുർആൻ പല രീതിയിലുണ്ട്. ചില ആയത്തുകളുണ്ട്, ആയത്തും ഉണ്ടാവും, നിയമം പ്രാബല്യത്തിൽ ഉണ്ടാവും. ചില ആയത്തുകൾ ഖുർആനിൽ ഉണ്ടാവും, അതിന്റെ നിയമത്തിന് പ്രസക്തി ഉണ്ടാവില്ല. ചില ആയത്തുകൾ ഖുർആനിൽ കാണൂല, പക്ഷെ അതിന്റെ നിയമം ഖുർആന്റെ നിയമമായിരിക്കും. അതിൽപ്പെട്ടതാണ് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം. അപ്പൊ ഖുർആനിൽ ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെ നിന്ന് കിട്ടി? അത് ഹദീസിലുണ്ട്. അങ്ങനെ ഒരു ആയത്തുണ്ടെന്നുള്ള കാര്യം എവിടെയുണ്ട്? ഹദീസിലുണ്ട്. പക്ഷെ അള്ളാഹു അതിനെ പിൻവലിച്ചു. എന്തിനു പിൻവലിച്ചു എന്ന് വെച്ചാൽ അള്ളാഹു ആലം, പടച്ചോൻ അഹക്കമുൽ ഹാക്കിമീനാണ്, പടച്ചോൻ അറിയാം. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? മനുഷ്യൻ അവൻ്റെ ഗുഹ്യസ്ഥാനത്ത് തുടക്കേണ്ട ഒതു മുറിയുമെന്ന ഷാഫി ഇമാമിൻ്റെ തെളിവും മുറിയില്ല എന്നുള്ള അബൂ ഹനീഫ ഇമാമിൻ്റെ തെളിവുമാണ്. ഇനി അടുത്തത് അഞ്ചാമത്തേതാ? ഇതിൽ ആരൊക്കെ തന്റെ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഈ മനുഷ്യൻ ഗുഹ്യസ്ഥാനത്തിന്റെ ഒതുമുറി എന്ന വിഷയത്തിൽ ഏതൊക്കെ മതത്തിലെ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഷാഫിയും ഹനഫിയും. മൂന്ന് മദ്ഹബ് എന്താ പറയുന്നത്? മുറിയില്ല എന്ന് പറയുന്ന മദ്ഹബ് ഏതാ? അബൂ ഹനീഫയുടെ മദ്ഹബാണ്. എപ്പോഴും അബൂ ഹനീഫയുടെ ഈ ഷാഫി മദ്ഹബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ് കൂടുതൽ മുറുകെ പിടിക്കുക. അബൂ ഹനീഫയുടെ മദ്ഹബിൽ അദ്ദേഹം സൂക്ഷ്മതയേക്കാൾ കൂടുതൽ മനുഷ്യന്റെ സൗകര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഇങ്ങനെയെല്ലാം സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കേട്ടോ, ഈ കുഴൽപ്പണം, ഒരു അഴിമതിയും കുഴൽപ്പണം ഒന്നും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരങ്ങനെ ജീവിക്കും. നിയമത്തിന്റെ നൂലാമാലകൾ ഇങ്ങനെ പെടുത്തി ഭരണകൂടം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ജീവിക്കാൻ ബുദ്ധിമുട്ട്. ചില സർക്കാരുകൾ എന്ത് ചെയ്യും? കണ്ണടച്ച് വിടും. അപ്പൊ ജനങ്ങൾക്ക് ജീവിക്കാൻ സുഖാവും. അബൂ ഹനീഫയുടെ അഭിപ്രായം അതാണ്, മനുഷ്യന്മാർ ജീവിക്കട്ടെ, നിങ്ങൾ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമൊക്കെ കുറെ കൂടി നമുക്ക് വിശാലമായിരിക്കും. ഷാഫി ഇമാം അങ്ങനെയല്ല, സൂക്ഷ്മതയാണ്. ഒരാളുടെ പോലും ഇബാദത്ത് എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടരുത് എന്നുള്ള അതിസൂക്ഷ്മതയാണ് ഷാഫി മദ്ഹബ്. അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ അതിനകത്ത് വരുന്നത്. ഈ അബൂ ഹനീഫ ഇമാം പറയുമ്പോൾ ഷാഫി ഇമാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാമായിരുന്നു, ആ ഹദീസിന്റെ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ പറയില്ല. സൂക്ഷ്മത കൂടെ ശ്രദ്ധിക്കാതാണ് ഇതിന്റെ കാര്യം. ഇനി ഏതാ പറയണ്ടേ? അഞ്ചാമത്തെ മസ്സുൽ മറഅത്ത്. എന്താണ്? സ്ത്രീയെ സ്പർശിക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്. അതെവിടെയുണ്ട്? ഖുർആനിലുണ്ട്. സൂറത്തുൻ നിസാന്റെ 41-ാമത്തെ ആയത്തിലുണ്ട്. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ മുലാമസത്ത് ചെയ്താൽ. ആ മുലാമസത്തിന് ഷാഫി ഇമാം എന്താ അർത്ഥം പറയും? തൊടലാണ്. അബൂ ഹനീഫ എന്താ അഭിപ്രായം? ശാരീരിക ബന്ധമാണ്. കണ്ടോ, അവിടെ ഷാഫി ഇമാം പറയുന്നത് ഒരു ഖുർആനിന് പ്രത്യക്ഷത്തിലുള്ള അർത്ഥം തന്നെ ഉദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ ആ അർത്ഥം തന്നെയാണ് കൊടുക്കേണ്ടത്.
എന്ത് ചെയ്യണ്ട, വ്യാങ്യാർത്ഥം കൊടുക്കേണ്ട എന്നതാണ് ഷാഫിമാമിൻ്റെ അഭിപ്രായം. പിന്നെ അതിൻ്റെ ഹദീസിലെ തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയാണ് രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കാന യഖൂലു ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ തന്നെ, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഖബ്ബിലു ചുംബിക്കാറുണ്ടായിരുന്നു ബഅദ അസ്വാജിഹി, ഭാര്യമാരിൽ ചിലരെ ചുംബിക്കാറുണ്ട്. ആയിഷ ബീവിനെ തന്നെ ആയിരിക്കും, ആയിഷ ബീവിക്ക് അത് പറയാനുള്ള മടി കൊണ്ടാണ് അങ്ങനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കും, സുമ്മ യുസല്ലി, എന്നിട്ട് പോയി നിസ്കരിക്കും, വലാ യതവല്ലു, wudu എടുക്കാറില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ആ ഹദീസ് റവാഹു അബൂദാവൂദ് വ തിർമിദി വ നസായി വ ഇബ്നു മാജ, 4 മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒന്നും മുറിയില്ലാന്ന് മനസ്സിലായി. ഈ ഹദീസാണ് ആർക്ക് തെളിവ്? അബൂ നിഹം പറയുന്നത് ഖുർആനിൽ മുലാമസത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് കൊണ്ട് അതിനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എന്ത് ചെയ്യുക? ശാരീരികം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം റസൂൽ തന്നെ ചെയ്തു എന്നല്ലേ പറയണത്. പിന്നെ ഈ ഹദീസിനെ കുറിച്ച് ഷാഫിമാൻ പറയുന്നത് ഈ ഹദീസിന്റെ സനദ് അത്ര സ്വീകാര്യോഗ്യമല്ല എന്നാണ്. സനദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സനദ് എന്താ? ഹദീസിന് 2 ഭാഗമുണ്ട്, സനദ്, മത്ന്. സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ നമ്മൾക്ക് വരെ ഹദീസ് കിട്ടിയ പരമ്പരയാണ് സനദ് എന്ന് പറയുന്നത്. ആ ഹദീസിനാണ് മത്ന് എന്ന് പറയുക. അപ്പോൾ ഒരു ഹദീസ് ഇമാമിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സനദ് കൃത്യമായിരിക്കണം. ഇപ്പം എനിക്ക് ഞാൻ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹദീസ് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് സനദ് പറയാൻ കഴിയും. എൻ്റെ ഗുരുനാഥനാര്, എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനാര്, അങ്ങനെ ചെന്നാൽ ബുഖാരി ഇമാമിലേക്ക് എത്തും. ഒരു 31 പേരങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സനദ് ബുഖാരി ഇമാമിലേക്ക് എത്തും. അങ്ങോട്ടും കൈകളെത്തും. അങ്ങനെ അവിടെ മുതൽ നബി വരെയുള്ള സനദ് എവിടെ എഴുതിയിട്ടുണ്ട്? ഇപ്പം നബി പറയുന്നത് ഒരു സഹാബി കേട്ടു. പിന്നെ എങ്ങനെ ഹദീസ് നമുക്ക് കിട്ടണം? എങ്ങനെയാ? ഒരു സഹാബി കേട്ടു. ആ സഹാബി എന്ത് ചെയ്യും? വേറൊരു ആളോട് പറയും, താബിയിനോട് പറയും. താബി ആരോട് പറയും? അടുത്ത തലമുറക്ക്. അങ്ങനെയാണ് ഈ ഹദീസ് വരിക എന്ന് പറയാം. അപ്പോൾ ആ പരമ്പരകളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ചില ഇമാമിങ്ങളെ ഹദീസ് സ്വീകരിക്കില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കള്ളുകുടിക്കുന്ന വിചരിക്കാന്നല്ല, ഒരു ചെറിയ എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് അവരുടെ ജീവിതത്തിൽ കണ്ടാൽ പിന്നെ അവരുടെ ഒരു ഹദീസും സ്വീകരിക്കില്ല. ഒരു മഹാൻ ദൂരദേശത്ത് 2-3 രാജ്യങ്ങൾ ചുറ്റിക്കടന്ന് യാത്ര ചെയ്തൊരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ഒരാളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു. 100 കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അയാളുടെ അടുക്കൽ ചെന്നു. എന്തിനു വേണ്ടി? ആ ഹദീസ് പഠിക്കാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം തൻ്റെ ആടിനെ വിളിക്കുകയാണ്. ആടിനെ ഒരു പച്ച തുണി കാണിച്ചിട്ട് ആടിനെ വിളിക്കുകയാണ്. എന്തിനാ? പച്ചിലയാണ് തെറ്റിദ്ധരിപ്പിച്ച് ആടിനെ വിളിക്കുകയാണ്, ഇലയല്ല. ഇത് കണ്ട ഉടനെ ഈ പോയ ആൾ തിരിച്ചു വന്നു. കാരണം എന്താ? ആടിനെ ചതിക്കുകയാണ് അയാള്. ആടിനെ ചതിക്കുന്നവൻ മനുഷ്യനെ എന്ത് ചെയ്യും? ചതിക്കും. അങ്ങനെയുള്ള ആൾ റസൂലുള്ളാഹിയുടെ ഹദീസിൽ കളവ് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളുടെ ഹദീസ് എന്തായിക്കൊള്ളുന്നില്ല. ഒരു പക്ഷേ നമ്മളിൽ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്? എനിക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കള്ളന്മാരാണെന്നല്ലോ എൻ്റെ അർത്ഥം. പക്ഷെ അത്ര പോലും ഒരു തെറ്റൊരാളിലുണ്ടെങ്കിൽ ആ ഹദീസ് എന്ത് ചെയ്യില്ല? സ്വീകരിക്കില്ല. അങ്ങനെ കറകളഞ്ഞെടുത്തതാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫിയും പറയുന്നത് ലാ യസ്ഹിഹു ഇൻദ അസ്ഹാബിന, ആ ഹദീസിന്റെ സനദ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് വിശ്വാസം ഭാര്യമാരെ ചുംബിച്ചിട്ട് ഒതു കൊടുത്തില്ല എന്നുള്ള ഹദീസ് ഞങ്ങൾ എന്ത് ചെയ്യില്ല? സ്വീകരിക്കില്ല. ഷാഫിയും ഹംബലിയും. അതെ. അതിന് കാരണം പറയുന്നത് ഈ ഹദീസിൽ ഇബ്രാഹിം തൈമി എന്ന് പറയുന്ന ഒരു റാവിയാണ് ഈ ഹദീസ് പറഞ്ഞത്. ആയിഷാബിയിൽ നിന്ന് കേട്ടു എന്നാണ് പറഞ്ഞത്. ആയിഷാബിയിൽ നിന്ന് ഇദ്ദേഹം നേരിട്ട് കേൾക്കാൻ സാധ്യതയില്ല. കാരണം ആയിഷാബിയുള്ള കാലത്ത് ഇദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല. ആയിഷാബിയുള്ള കാലത്തുള്ള ഒരാൾക്കല്ലേ ഞാൻ കേട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം കേട്ടു എന്ന് പറയുന്നത് ആയിഷാബി നേരിട്ട് പറഞ്ഞു എന്ന് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ? ആയിഷാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. ആയിഷാബി ഇദ്ദേഹം ഒരു കാലക്കാരനായിരിക്കണ്ടേ. അതുകൊണ്ട് ഷാഫിമാൻ പറയാം ഹദീസ് ഞങ്ങൾക്ക് എന്തല്ല, എൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഹദീസ് സ്വീകാര്യമല്ല. അതിന് വേറെ ഹദീസ് തെളിവുണ്ട്. ഷാഫിമാൻ പറയുന്നുണ്ട്, ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, കുബുലത്തു റജുലി ഇംറാത്തുഹു, ഒരാൾ തൻ്റെ ഭാര്യയെ ചുംബിക്കലും വജിസ്സുഹാ ബിയദിഹി, കൈകൊണ്ട് അവളെ സ്പർശിക്കലും മിനൽ മുലാമസത്തി, അത് മുലാമസത്തിൽ പെട്ടതാണ്. ഏത് മുലാമസത്ത്? ഖുർആൻ പറഞ്ഞില്ലേ ലാമസ്തുമുൻ നിസാ എന്ന് ഖുർആൻ പറഞ്ഞതിൽ പെട്ടതാണ് ഏത്? തൊടലും ചുംബിക്കലൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ? മുറിയുമെന്ന് ആര് പറയുന്നു? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ അബ്ദുല്ലാഹിബ്നു ഉമറിനെ കുറിച്ചാണ് മുത്തബിഉ സുന്ന, സുന്നത്തിനെ അതേപടി അനുഗമിക്കുന്ന ആളെന്ന് പറയപ്പെടുന്ന ആളാണ്. ആ സഹാബിയാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ല. അദ്ദേഹമാണ് പറയുന്നത് ഭാര്യമാരെ ചുംബിക്കലും തൊടലൊക്കെ എന്തിൽ പെടും? ഖുർആൻ പറഞ്ഞ മുലാമസത്തിൽ പെടും. അതുകൊണ്ട് ഒതു എന്ത് ചെയ്യും?
അതുകൊണ്ട് ഫമൻ കബ്ബല ഇംറഅതഹു ഔ അസ്ഹാബിഹി, ഒരാൾ തന്റെ ഭാര്യയെ ചുംബിക്കുകയോ തൊടുകയോ ചെയ്താൽ ഫഅലൈഹിൽ ഉളു, അവൻ ഉളു ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. ഉളു ചെയ്യൽ നിർബന്ധമാണ്. ഇനി അടുത്തത് ഏതാ? ഖുറൂജ് ദമി അവിൽ കൈഇൽ കസീരി. എന്താ ഇതിനർത്ഥം? രക്തം പുറപ്പെടുക അല്ലെങ്കിൽ ഭീകരമായി ഛർദ്ദി. അതിനെവിടെ ഹദീസ് ഉള്ളത്? അതിന് ഹദീസ് കേട്ടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അൻ തമീം അദ്ദാരി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. മിൻകുല്ലി ദമിൻ സായിലിൻ, ഒലിക്കുന്ന ചോരയിൽ നിന്നെല്ലാം ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. ചോര ഒലിച്ചാൽ ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. അതാരങ്ങനെ പറയുന്നത്? ചോരയിൽ ചോദ്യം മുറിയുന്ന, ചോര ഒലി ചോദ്യം മുറിയെന്ന് പറയുന്നവരാ? അബൂ ഹനീഫ. ആരാണ്? അല്ലേ? പിന്നെ ആരാ? ഷാഫി ഇമാം പറയില്ല. അബൂ ഹനീഫയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ തെളിവാണ് ഈ ഹദീസ്. ഇപ്പൊ എത്രയായി? ആറായി. ഏഴാമത്തേത് ഏതാ? ഒട്ടകത്തിന്റെ മാംസം എന്ന് പറയുന്ന ആരാ? ഏഴാമത്തെ കേട്ടോ. അതിനാണ് രസകരമായ ഹദീസിൽ കേട്ടോ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറയും ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലു തവല്ലൗ, നിങ്ങൾ ഉളൂ ചെയ്യണം, മിമ്മാ മസ്സത്തുൻ നാറു, തീ തൊട്ടത് ഭക്ഷിച്ചാൽ ഉളൂ എടുക്കണം. തീയിൽ പുഴുങ്ങിയത് ഭക്ഷിച്ചാൽ എന്ത് ചെയ്യണം? ഉളൂ എടുക്കണം. ആരുടെ മദ്ഹബാണ്? ആരുടെ മദ്ഹബാ? അല്ല, അത് അതിനകത്തില്ല. ഇല്ല. അതല്ല, അടുത്ത ഹദീസ് ഏഴാമത്തത്. ഈ ഹദീസ് ജാബിർ ബിൻ സമ്റ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയോട് ചോദിച്ചു, അനതവല്ലഉ മിൻ ലുഹൂമിൽ ഗനമി, കേട്ടോ, ആടിന്റെ മാംസം നിന്നാൽ ഉളൂ ചെയ്യണോ നബി എന്ന് ചോദിച്ചു. ആടിന്റെ മാംസം നിന്നാൽ ഉളൂ ചെയ്യും. ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഇൻഷിത്ത, വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാം. ഇൻഷിത്ത ഫലാത്ത്, വേണമെങ്കിൽ ഒളൂ ചെയ്യാം. ഇൻഷിത്ത ഫലാത്തല്ല, വേണമെങ്കിൽ ഒളൂ ചെയ്യണ്ട. അപ്പോൾ ഒളൂ മുറിയില്ലെന്ന്. എന്ത് കഴിച്ചാൽ? ആടിന്റെ മാംസം കഴിച്ചാൽ ഒളൂ മുറിയില്ല. അപ്പോൾ നബിയോട് ചോദിച്ചു, വീണ്ടും അനതവല്ലഉ മിൻ ലുഹൂമിൽ ഇബ്ലി, ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഒളൂ എടുക്കണമെന്ന് ചോദിച്ചു. കാലനാം, നബി എന്ന് പറഞ്ഞു വേണം. നബി എന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഫതവല്ലഉ മിൻ ലുഹൂമിൽ ഇബ്ലി, ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒളൂ ചെയ്യണം. അപ്പോൾ നബിയോട് ചോദിച്ചു, ഞങ്ങൾ ആട്ടിൻകൂട്ടിൽ നിസ്കരിച്ചോട്ടെന്ന് ചോദിച്ചു. ആടിനെ കെട്ടുന്ന സ്ഥലത്ത് നിസ്കരിച്ചോട്ടെന്ന് ചോദിച്ചു. കാലനാം, നബി പറഞ്ഞു നിസ്കരിച്ചോ. അപ്പോൾ ചോദിച്ചു, ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലത്ത് നിസ്കരിക്കാമെന്ന് ചോദിച്ചു. കാലല്ല, നബി പറഞ്ഞു നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഒളൂ എടുക്കണം എന്ന് പറഞ്ഞത്? ഒട്ടകത്തിന്റെ മാംസത്തിന് കൊഴുപ്പ് കൂടുതലാണ്, ആടിന്റെ മാംസത്തിന് കൊഴുപ്പ് കുറവാണ്. ഒട്ടകം ആടും നമ്മുടെ വ്യത്യാസം എന്താ? ഒട്ടകം കൂടുതൽ അനുസരണക്കേട് കാണിക്കുന്ന ജീവിയാണ്. പെട്ടെന്നത് വയലന്റ് ആകും. അത് നിസ്കരിക്കുന്ന ആൾക്ക് ഏകാഗ്രത കിട്ടൂല, ചിലപ്പോൾ അത് തൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെ ഖുശൂ നഷ്ടപ്പെടും. ആട് അങ്ങനെയല്ല. ആടൊരു സാധുവായ മിസ്കീനത്തായ ജീവിയാണ്, ഇണങ്ങുന്ന ജീവിയാണ്. അതുകൊണ്ട് ആടിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ എന്ത് ചെയ്യില്ല? ഏകാഗ്രത നഷ്ടപ്പെടും. അതാണ് ആ നിസ്കരിക്കാൻ ചോദിച്ചപ്പോൾ വേണം വേണ്ട എന്ന് പറഞ്ഞതിന് കാരണം. ഈ ഹദീസാണ് ആർക്ക് തെളിവ്? ഒട്ടകത്തെ തിന്നാൽ ഉളൂ മുറി എന്ന് പറയുന്ന അബൂ ഹനീഫാന് തെളിവ്. ഷാഫി ഇമാം ഹദീസിനെ കുറിച്ച് പറയുന്നത് ആ ഉളൂവിൻ്റെ അർത്ഥം ഭാഷാപരമായ ഉളൂ എന്നാണ് അതിനർത്ഥം. ഏതാ ഭാഷാപരമായ ഉളൂ? കൈയും വായും കഴുകുക. ഏതാ സാങ്കേതിക ഉളൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഉളൂ. ഭാഷാപരമായ ഉളൂ എന്ന് പറഞ്ഞാൽ കൈയും വായും കഴുകുക. അത് കൈയും വായും കഴുകാൻ പറഞ്ഞ എന്തിനാ? കൊഴുപ്പുണ്ടാവും. നിസ്കരിക്കാൻ നിൽക്കും കൊഴുപ്പിറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി കൈയും വായും കഴുകാൻ പറഞ്ഞു. അതാണ് ഷാഫി ഇമാമിന്റെ ഹദീസിനെ കുറിച്ചുള്ള ന്യായീകരണം. അതിനാണ് ഈ മറ്റേതും കൂടി തെളിവാക്കുന്നത്. ഒട്ടകക്കൂട്ടിൽ നിസ്കരിക്കേണ്ടെന്ന് ആട്ടിക്കൂട്ടിൽ നിസ്കരിച്ചോളാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞത് അവിടെ ചാണകവും അഴുക്കൊന്നും ഇല്ലെങ്കിലാട്ടോ പറഞ്ഞത്, ഉണ്ടെങ്കിൽ പറ്റൂല. 7 അടുത്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ ലബനൻ, നബി തങ്ങൾ പാല് കുടിച്ചു. അപ്പോൾ മതുമത, എന്നിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ചു. വക്കാല, നബി പറഞ്ഞു ഇന്നലഹു ദസമ, പാലിന് കൊഴുപ്പുണ്ട്, അതുകൊണ്ട് ഇതിനെ പാല് കുടിച്ചാൽ വായിൽ വെള്ളം കൊപ്പിളിക്കണം. നിസ്കരിക്കാൻ നിൽക്കുന്ന നബി വായിൽ വെള്ളം കൊപ്പിളിക്കണം. അപ്പോൾ കൊഴുപ്പാണ് പ്രശ്നം, അല്ലാതെ ഒട്ടകത്തിൻ്റെ മാംസം തിന്നല്ല പ്രശ്നം. ഏതാണ്? കൊഴുപ്പാണ് പ്രശ്നം. അതുകൊണ്ട് വായ വെള്ളം കൊപ്പിളിക്കണം. വേറൊരു ഹദീസ് കേട്ടോളൂ. ഉഹുദിയത്തിലഹു ഷാത്തുൻ, നബി തങ്ങൾക്ക് ഒരു ആടിനെ ഒരാൾക്ക് ദാനം, ഒരു ഹദിയായിട്ട് കിട്ടി. ആടിനെ നബിക്കല്ല, ഒരു ആട് ദാനമായിട്ട് കിട്ടി. ആർക്ക്? അബൂ റാഫി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബിക്ക് ഒരു ആട് ദാനമായി കിട്ടി. ആരെയും. അപ്പോൾ
അദ്ദേഹം അതിനെ പാചകം ചെയ്തു. വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ കടന്നു വന്നു. നബി ചോദിച്ചു, മാ ഹാദാ യാ റാഫി, എന്താ റാഫി, അബൂ റാഫി അടുപ്പത്ത് എന്താ വേവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഷാത്തുൻ ഉഹദിയത്തിലന, ഒരാളൊരു ആട് ഹദിയ തന്നു, അതിനെ വേവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവിലിന് ദിറ, ആ കുറവ് എനിക്ക് തരാൻ പറഞ്ഞു, ആടിൻ്റെ കുറവ് എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നാവൽത്തുഹു ദിറ, അബൂ റാഫി അല്ല, ഞാൻ ആ കുറവെടുത്ത് നബിക്ക് കൊടുത്തു. പാചകം ചെയ്ത കുറവ് നബിക്ക് കൊടുത്തു. നബിക്ക് കുറവ് വലിയ ഇഷ്ടമാണ്. സുമ്മക്കാല, അത് തീരാഴ്ച നബി പറഞ്ഞു, നാവിലിന് ദിറ ലാഹറ, മറ്റൊന്നും തരാൻ പറഞ്ഞു, മറ്റേ കുറവും തരാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം നാവൽത്തുഹു ദിറ, അപ്പം മറ്റേ കുറവ് ഞാൻ, നമ്മൾ നബി പട്ടിണി കിടന്നൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? നബി പട്ടിണി കിടന്നിട്ട് കല്ല് എന്നും നബി കല്ല് വെച്ച് കെട്ടലായിരുന്നില്ല. നബി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇതുപോലെ മനസ്സിലായില്ലേ? ചെന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. ഇടക്കിടക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കുറവും കൊടുത്തു, അതും കഴിച്ചു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, നാവിലിന് ദിറാ ലാഹറ, അടുത്ത കുറവും തരാൻ പറഞ്ഞു. അപ്പൊ കാലലഹു യാ റസൂലുള്ളാഹ്, അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അൻഹു, നബിയെ ഇന്നമാലി ഷാത്തി ദിറാ, ആടിന് 2 കുറവല്ലേ ഉള്ളൂ, പിന്നെ മൂന്നാമത്തെ ചോദിച്ചാൽ എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ കാല റസൂൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റാഫിനോട് പറഞ്ഞു, അമ എന്നക ലൗ സക്കത്ത ലന, ഞാൻ മൂന്നാമത്തെ കുറവ് നിന്നോട് ചോദിച്ചപ്പോൾ നീ മിണ്ടാതിരുന്നെങ്കിൽ, നീ എന്നോട് എതിര് പറയാതെ മൂന്നാമത്തെ കുറവ് അതിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചെങ്കിൽ നിനക്ക് മൂന്നാമത്തെ കുറവും കിട്ടുമായിരുന്നു, മൂന്നാമത്തതും കിട്ടും. അത് നബിയുടെ മുഅ്ജിസത്താണ്, നിനക്കത് കിട്ടുമായിരുന്നു. എന്നിട്ട് വിശ്വാസം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫതമൽമല, അതുകൊണ്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും വസല അത്രാഫ് അസാബി, കൈയൊക്കെ നന്നായി കഴുകുകയും സുമ്മ കാമ വസല്ല, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പം എന്ന് മനസ്സിലായി, വാ കൊപ്പിളിച്ച് കൈ കഴുകി എന്തിനാണ്? കൊഴുപ്പ് പോകാൻ വേണ്ടിയാണ്. കഴിച്ചത് ആടിൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ പ്രശ്നം എന്താണ്? ആട് മുട്ടയല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? കൊഴുപ്പാണ് പ്രശ്നം. അതാണ് ഷാഫിമാൻ പറയുന്നത്, കൊഴുപ്പാണ് പ്രശ്നം. എന്നിട്ട് ബാക്കി കേട്ടോളി. നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ സുമ്മ ആദയിലെയും വീണ്ടും നബി അങ്ങോട്ട് ചെന്നു. വജദ ഇല്ലഹും ലഹമൻ ബാരിദ, പിന്നെ ചെല്ലുമ്പോൾ കുറച്ച് തണുത്ത മാംസം ഇരിപ്പുണ്ട്. നേരത്തെ ചൂടോടെയാണ് കഴിച്ചത്, ഇപ്പോൾ കുറച്ച് ചൂടാറിയ മാംസം ഇരിപ്പുണ്ട്. ഫാക്കല, വീണ്ടും കഴിച്ചു. സുമ്മ ദഖലൽ മസ്ജിദ, പിന്നെ പള്ളിയിൽ കടന്നു. ഫസല്ല, വീണ്ടും നിസ്കരിച്ചു. വലം യമുസ്സമ, പിന്നെ വെള്ളം തൊട്ടതുമില്ല. ആദ്യം കഴിച്ചിട്ട് കൈയും വായും കഴുകി, ഇപ്പൊ കഴിച്ചിട്ട് അപ്പൊ എന്നത് മനസ്സിലായി, കഴുകൽ പോലും ഒന്നുമില്ല, നിർബന്ധമില്ല. കഴുകൽ, മാംസം കഴിച്ചാൽ കൈയും വായും കഴുകൽ പോലും നിസ്കരിക്കുന്നതിന് എന്തില്ല, നിർബന്ധമില്ല. അപ്പൊ നെയ്യ് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കഴുകാതെ എന്ത് ചെയ്യാം, നിസ്കരിക്കുക. ഇതാണ് ഷാഫിമാൻ പറയുന്നത്. ഒട്ടകമോ ആടൊന്നും അല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? നെയ്യ് കൊഴുപ്പാണ്. സമയായ അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ അത്ര തെളിവൊന്നും. ഞാൻ അതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6 കാര്യങ്ങൾ, 7 കാര്യങ്ങളാണ് ഇതിനകത്ത് മൊത്തത്തിൽ വരാനുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ ബഷീറാക്ക ഹജ്ജിന് വേണ്ടി പോവുക അല്ലേ? ബഷീറാക്കാക്ക് നിങ്ങളെ ക്ലാസ്സിലൊന്ന് ഒരു യാത്ര എന്ന് പറഞ്ഞേരെ. ക്ലാസ്സിൽ 1-ാം തീയതി രാവിലെ 8 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2ാമത്തെ ട്രെയിനിൽ ഞാനും പലരും വരും വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്യാത്തവർക്കും ചെയ്തവർക്ക് വീണ്ടും ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.